ഓക്കെ, സോ RNA പ്രോസസ്സിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ ആണ്. ഇത് ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് വരുന്ന പ്രോസസ്സാണ്. നമ്മൾ DNA ന്ന് RNA പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് RNA അത് പ്രോകാരിയോട്സിൽ ഫങ്ഷണൽ ആയിരിക്കും, പക്ഷെങ്കിലും യൂകാരിയോട്സിന്റെ കേസിൽ അത് ഫങ്ഷണൽ അല്ലായിരിക്കും, അത് ഇനാക്റ്റീവ് ഫോമിലായിരിക്കും. ഇതിനെ ഫങ്ഷണൽ ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ RNA പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. സോ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് ഫോം ചെയ്യുന്ന RNA നമ്മൾ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്സ് എന്നാണ് പറയുന്നത്. അതിനകത്ത് ഓൾട്ടറേഷൻസ് വന്നാൽ മാത്രമേ അത് ആക്റ്റീവ് ഫോമിലോട്ട് മാറത്തുള്ളൂ. സോ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ടെർമിനൽ ബേസ് അഡീഷൻസ് കാണും, അല്ലെങ്കിൽ ബേസ് മോഡിഫിക്കേഷൻസ്, പിന്നെ സ്പ്ലൈസിങ്, ഇങ്ങനത്തെ ചെറിയ ഓൾട്ടറേഷൻസ് ചെയ്താൽ മാത്രമേ ഈ പ്രൊഡ്യൂസ് ആയിട്ടുള്ള RNA അത് ആക്റ്റീവ് ഫോമിലോട്ട് മാറത്തുള്ളൂ. സോ ഈ നമ്മളൊക്കെ അറിയാം RNA 3 ടൈപ്പ് RNAs ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്: tRNA, mRNA ആൻഡ് rRNA. അതിനകത്ത് tRNAയും rRNAയും റൈബോ ന്യൂക്ലിയസ് എൻസൈംസ് ആണ് ഇതിനെ മോഡിഫൈ ചെയ്യുന്നത്. mRNAന്റെ കേസിൽ അതിനകത്ത് ഇങ്ങനത്തെ ടെർമിനൽ ബേസ് അഡീഷൻസും സ്പ്ലൈസിങ്ങും അതൊക്കെ വെച്ചിട്ടാണ് അതിന്റെ മോഡിഫിക്കേഷൻസ് നടക്കുന്നത്. സോ എന്തൊക്കെ ചേഞ്ചസ് വരുമെന്ന് വെച്ചാൽ നമ്മുടെ ഫോം ചെയ്യുന്ന പ്രീ RNA അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള RNA നമ്മൾ HNRNA അല്ലെങ്കിൽ ഹെറ്ററോജീനസ് ന്യൂക്ലിയർ RNA എന്നും പറയും. ഇതിനെ ആക്റ്റീവ് ഫോം ആയിട്ട് ആണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് N മോഡിഫിക്കേഷൻസ് വരാം. N മോഡിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്യാപ്പ് ആഡ് ആവാം, അല്ലെങ്കിൽ പോളി എ ടെയിൽ ആഡ് ആവാം, സ്പ്ലൈസിങ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇൻട്രോൺസിനെ റിമൂവ് ചെയ്യുന്നത്, കട്ടിങ് ഫോം ചെയ്തേക്കുന്ന RNA കട്ട് ചെയ്ത് അതിനെ മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ കെമിക്കൽ മോഡിഫിക്കേഷൻ ബേസിസിൽ വരുന്ന ചേഞ്ചസ് ചെയ്ത് അതിനെ ആക്റ്റീവ് ചെയ്യാം. സോ ഇതിനകത്ത് ഞാൻ മെയിൻലി പറയുന്ന ക്യാപ്പ് ഫോർമേഷൻ, പോളി എ ടെയിൽ അഡീഷൻ ആൻഡ് സ്പ്ലൈസിങ് ആണ്. പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള HNRNA അല്ലെങ്കിൽ ഹെറ്ററോജീനസ് ന്യൂക്ലിയർ RNA ആക്റ്റീവ് ആക്കാൻ വേണ്ടി ഉള്ള പ്രോസസ്സാണ് RNA പ്രോസസ്സിംഗ്. നമുക്കറിയാം ന്യൂക്ലിയസിന്റെ അകത്താണ് RNA പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ RNA സൈറ്റോപ്ലാസ്മിൽ വന്നാൽ മാത്രമേ അതിനെ പ്രോട്ടീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ആ RNA യൂസ് ചെയ്ത് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ബിഫോർ ദാറ്റ് RNA comes into the cytoplasm, it should be in the active form. അപ്പം ന്യൂക്ലിയസിന്റെ അകത്ത് വെച്ചാണ് ഈ മോഡിഫിക്കേഷൻസ് ഒക്കെ നടക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ദ ക്യാപ്പ് ഫോർമേഷൻ. ക്യാപ്പ് ഫോർമേഷൻ എന്ന് പറയുമ്പം RNAയുടെ HNRNAയുടെ 5' എൻഡില് ഒരു ക്യാപ്പ് ആഡ് ചെയ്യുന്നു. ഇത് എന്തിന്റെ ക്യാപ്പാണെന്ന് വെച്ചാൽ മിഥൈലേറ്റഡ് ഗ്വാനിന്റെ ക്യാപ്പാണ്. നമുക്കറിയാം നൈട്രോജനസ് ബേസിസ് ആയിട്ടുള്ള ഗ്വാനിൻ, അതിനകത്ത് ഒരു 7th പൊസിഷനിൽ മിഥൈൽ അഡീഷൻ ആവുന്ന ആ മിഥൈലേറ്റഡ് ഗ്വാനിൻ ആണ് 5' എൻഡ്, RNAയുടെ 5' എൻഡിൽ പോയിട്ട് ആഡ് ആവുമ്പം അതിനെ ആണ് നമ്മൾ ക്യാപ്പ് ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ആദ്യം ഗ്വാനിനകത്തോട്ട് മിഥൈലേഷൻ നടക്കാൻ വേണ്ടി ഗ്വാനിൻ 7 മിഥൈൽ ട്രാൻസ്ഫറേസ് എൻസൈമിന്റെ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മിഥൈലേറ്റഡ് ഗ്വാനിനെ 5' എൻഡിൽ ആഡ് ചെയ്യാൻ വേണ്ടി അടുത്ത എൻസൈം ഗ്വാനൈൽ ട്രാൻസ്ഫറേസ് എൻസൈമിന്റെ ഹെൽപ്പ് വരുന്നത്. അങ്ങനെ 5' എൻഡിൽ ഒരു ക്യാപ്പ് ഫോർമേഷൻ നടക്കും. ഇതിന്റെ യൂസ് എന്ന് പറയുമ്പം ഈ RNA ഇപ്പം സൈറ്റോപ്ലാസ്മിൽ എത്തുമ്പം ന്യൂക്ലിയസ് എൻസൈം ഒന്നും എക്സോ ന്യൂക്ലിയസ് എൻസൈം ഒന്നും അതിനകത്ത് ആക്ട് ചെയ്ത് അതിനെ കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു ക്യാപ്പ് വെച്ച് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. സെക്കൻഡ് മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പം ടെയിൽ ഫോർമേഷൻ ആണ്. ഹെഡ് 5' എൻഡിൽ മാത്രമല്ല 3' എൻഡിലും അതിന്റെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്. സോ 3' എൻഡിൽ നമ്മൾ സെൽസിന്റെ അകത്ത് പോളി എ ടെയിൽ അല്ലെങ്കിൽ അഡിനിന്റെ ഒരു ലോങ് ചെയിൻ ആഡ് ചെയ്യും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എൻസൈം പോളി എ പോളിമറൈസ് എൻസൈം ആണ് അതിനെ ഒരു ചെയിൻ ഓഫ് അഡിനിൻ ആഡ് ചെയ്യുന്ന 3' എൻഡില്. ഇതും സെയിം mRNA പ്രൊട്ടക്ട് ചെയ്യാനും അതിന്റെ സ്റ്റെബിലൈസേഷന് വേണ്ടിയാണ് ഒരു ടെയിൽ ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്കറിയാം ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള RNAയില് എക്സ്പ്രസിംഗ് കോഡ്സ് അല്ലെങ്കിൽ എക്സ്പ്രസിംഗ് കോഡ്സും അല്ലെങ്കിൽ എക്സ്പ്രസിംഗ് സീക്വൻസും നോൺ എക്സ്പ്രസിംഗ് അല്ലെങ്കിൽ ഇന്റർവൈനിങ് സീക്വൻസ് പ്രസന്റ് ആണ്. സോ നമുക്ക് ഈ ഒരു mRNA യൂസ് ചെയ്ത് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണമെങ്കിൽ
ഫുൾ എക്സ്പ്രസിംഗ് സീക്വൻസ് ആയിരിക്കണം ആവശ്യമുള്ളത്. അപ്പം ഈ ഇന്റർവൈനിങ് സീക്വൻസ് അല്ലെങ്കിൽ നോൺ എക്സ്പ്രസിംഗ് സീക്വൻസിനെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്താൽ മാത്രമേ ഇനാക്റ്റീവ് ആയിട്ടുള്ള mRNA ആക്റ്റീവ് ആവത്തുള്ളൂ. സോ ദീസ് പ്രോസസ് നോൺ ആസ് സ്പ്ലൈസിങ്. അതിനകത്ത് എക്സോൺസ് ആണ് എക്സ്പ്രസിംഗ് സീക്വൻസ്, ഇൻട്രോൺസ് ആണ് ഇന്റർവൈനിങ് സീക്വൻസ്. ഈ ഇൻട്രോൺസിന്റെ ആവശ്യമില്ല. സോ ദീസ് ഇൻട്രോൺസ് ഷുഡ് ബി സ്പ്ലൈസ്ഡ് ഔട്ട് ആൻഡ് ദ എക്സോൺസ് ഷുഡ് ബി ലൈസ്ഡ് ഓർ ജോയിന്റഡ് സച്ച് ദാറ്റ് ഇറ്റ് ഫോംസ് ആൻ ആക്റ്റീവ് mRNA. ആ പ്രോസസ്സിന്റെ പേരാണ് സ്പ്ലൈസിങ്. സ്പ്ലൈസിങ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്നേർപ്സ് അല്ലെങ്കിൽ സ്മോൾ ന്യൂക്ലിയർ റൈബോ പ്രോട്ടീൻ പാർട്ടിക്കിൾസിന്റെ ഹെൽപ്പ് വെച്ച് ആ ഹെൽപ്പും പിന്നെ ATPയും കൂടെ ഇൻട്രോൺസിനെ പോയി കട്ട് ചെയ്ത് എക്സോൺസിനെ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇത് സ്നേർപ്സും ഈ mRNAയും കൂടി ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ അതിനെ സ്പ്ലൈസോസോംസ് എന്നാണ് പറയുന്നത്. So these small nuclear ribonucleoprotein particles introns ആയിട്ട് ജോയിൻ ചെയ്ത് ഇൻട്രോൺസിനെ കട്ട് ചെയ്യും, പിന്നെ എക്സോൺസിനെ ലിഗേസ് എൻസൈം വെച്ച് ജോയിൻ ചെയ്ത് ആണ് സ്പ്ലൈസിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ആൻഡ് ദിസ് ഇസ് ഹൗ mRNA ആക്റ്റീവ് ഫോമിലോട്ട് കൺവേർട്ട് ആവുന്നത്. അതിനകത്ത് ക്യാപ് ഫോർമേഷൻ 5' എൻഡില് ക്യാപ് ഫോർമേഷൻ, 3' എൻഡില് പോളി എ ടെയിലിന്റെ ഫോർമേഷൻ, പിന്നെ ഇൻട്രോൺസിനെ കട്ട് ചെയ്ത് എക്സോൺസിനെ ജോയിൻ ചെയ്തുള്ള സ്പ്ലൈസിങ്. ഇതല്ലാതെ ബേസ് മോഡിഫിക്കേഷൻ ഉണ്ട്, പിന്നെ കട്ടിങ്സ് ഉണ്ട്. അങ്ങനെ ഈ ഇനാക്റ്റീവ് ഫോം ആയിട്ടുള്ള mRNA ആക്റ്റീവ് ഫോമായിട്ട് മാറ്റുന്നത്. ഇതല്ലാതെ നമുക്കറിയാം two more types of RNAs are produced, rRNAയും tRNAയും. rRNAയും tRNAയും ഞാൻ പറഞ്ഞു റൈബോന്യൂക്ലിയസ് എൻസൈം ആണ് മോഡിഫൈ ചെയ്യുന്നത്. ഇതിനകത്ത് rRNA ന്യൂക്ലിയോലസിന്റെ അകത്താണ്, ന്യൂക്ലിയസിന്റെ സെന്റർ ആയിട്ടുള്ള ന്യൂക്ലിയോലസിന്റെ അകത്താണ് അതിന്റെ ഒരു സബ് യൂണിറ്റ് ആയ 45S സബ് യൂണിറ്റ് സിന്തസൈസ് ചെയ്യുന്നത്. അതിന്റെ അകത്ത് തന്നെ വെച്ചിട്ടാണ് അതിനെ മോഡിഫൈ ചെയ്യുന്നതും. അത് കഴിഞ്ഞിട്ടാണ് അത് സൈറ്റോപ്ലാസത്തിനകത്തോട്ട് റിലീസ് ആവുന്നത്. ഈ ന്യൂക്ലിയോളസിന്റെ പുറത്തുള്ള ന്യൂക്ലിയസിന്റെ അകത്തുള്ള ന്യൂക്ലിയോളസിന്റെ പുറത്തായിട്ടുള്ള ഒരു സൈറ്റോപ്ലാസമിലാണ്, ന്യൂക്ലിയോപ്ലാസത്തിലാണ് 5S ആയിട്ടുള്ള സബ് യൂണിറ്റ് സിന്തസൈസ് ചെയ്യുന്നതും അതിന്റെ മോഡിഫിക്കേഷനും നടക്കുന്നത്. പിന്നെ rRNA പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളിമറൈസ് RNA പോളിമറൈസ് 1 ആണ് അതിനെ സിന്തസൈസ് ചെയ്യുന്നത്. അതിന്റെ മോഡിഫിക്കേഷനും ന്യൂക്ലിയസിന്റെ അകത്ത് തന്നെ നടന്നിട്ടാണ് അത് സൈറ്റോപ്ലാസത്തിനകത്തോട്ട് റിലീസ് ആവുന്നത്. പിന്നെ tRNA സിന്തസൈസ് ചെയ്യുന്നത് RNA പോളിമറൈസ് 3 എന്ന എൻസൈം ആണ്. ഇതിന്റെ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന tRNA-നകത്ത് 5' എൻഡിനകത്ത് ഒരു ലോങ് ചെയിൻ ഉണ്ട്. ഈ ചെയിൻ കട്ട് ചെയ്യണം, അങ്ങനെ ഇതിന്റെ മോഡിഫിക്കേഷൻ നടക്കും. പിന്നെ 3' എൻഡിൽ UU എന്ന ബേസ് പെയർ ആണുള്ളത്, ന്യൂക്ലിയോടൈഡ്സ് ആണുള്ളത്. അതിനെ കൺവേർട്ട് ചെയ്ത് അവിടെ CCA ആഡ് ആവണം. പിന്നെ ഇൻട്രോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ സ്പ്ലൈസ് ഔട്ട് ചെയ്ത് എക്സോൺസിനെ ജോയിൻ ചെയ്യണം. പിന്നെ അതിന്റെ ബേസ് പെയർസിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരും. സോ ഇതിനകത്ത് നടക്കുന്ന tRNA മോഡിഫൈ ചെയ്യുന്നതെന്ന് പറയുമ്പം സ്പ്ലൈസിംഗ് ഉണ്ട്, അതിന്റെ ഫോൾഡിംഗ് ഉണ്ട്, മിഥൈലേഷൻ ഉണ്ട്, പിന്നെ മോഡിഫിക്കേഷൻ ഓഫ് സം ബേസസ്, റിപ്ലേസ്മെന്റ് ഓഫ് ദ ടെർമിനൽ UU റെസിഡ്യൂ ബൈ CCA. സോ 5' എൻഡിലുള്ള tRNA നമ്മൾ റൈബോന്യൂക്ലിയോപ്രോട്ടീൻ എൻഡോന്യൂക്ലിയസ് എൻസൈം വെച്ച് കട്ട് ചെയ്യും. അതിന്റെ ഒരു ലോങ് ന്യൂക്ലിയോടൈഡ് ചെയിൻ കട്ട് ചെയ്ത് അതിനെ ഷോർട്ട് ആക്കും. 3' എൻഡിൽ UU ബേസസിനെ മാറ്റിയിട്ട് ഈസ് റീപ്ലേസ്ഡ് ബൈ CCA സീക്വൻസ്. പിന്നെ ആന്റികോഡോൺ സൈറ്റിൽ ഇൻട്രോൺസ് ഉണ്ടെങ്കിൽ അതിനെ സ്പ്ലൈസ് ഔട്ട് ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻഡോന്യൂക്ലിയസ് എൻസൈം ആൻഡ് ലിഗേസ് വെച്ച് അതിനെ എക്സോൺസിനെ ജോയിൻ ചെയ്യും. അതല്ലാതെ മിഥൈൽ ഗ്രൂപ്പ്സ് ആർ ആഡഡ് ടു ഗ്വാനിൻ. ഗ്വാനിനകത്തോട്ട് മിഥൈൽ ഗ്രൂപ്പ്സിനെ ആഡ് ചെയ്ത് ഇറ്റ് ഈസ് ഫോംഡ് NN ഡൈമിഥൈൽ ഗ്വാനിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതല്ലാതെ യൂറിഡിനകത്തോട്ട് ഹൈഡ്രജൻസ് ആഡ് ചെയ്ത് അതിനെ ഡൈഹൈഡ്രോ യൂറിഡിൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് പ്രീ tRNA മെച്യൂർ tRNA ആയിട്ട് മാറുന്നത്. അപ്പം ഇതെല്ലാം കൂടി മെച്യൂർ ആയി കഴിഞ്ഞിട്ട് എല്ലാം സൈറ്റോപ്ലാസമിനകത്ത് വന്നു കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് പ്രോസസ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ നടക്കുന്നത്. അപ്പം അടുത്ത പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പം
നമുക്കറിയാം DNA is converted to RNA and the process is known as transcription. RNA പ്രോട്ടീനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ട്രാൻസ്ലേഷൻ. സോ നമ്മുടെ ജീൻസിനെ പ്രോട്ടീനായിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ അത് ഫങ്ഷണൽ ആയിട്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. സോ ആ പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. സോ ദ ബയോസിന്തസിസ് ഓഫ് എ പ്രോട്ടീൻ ഓർ എ പോളിപെപ്റ്റൈഡ് ഇൻ എ ലിവിംഗ് സെൽ ഇസ് റെഫേർഡ് ടു ആസ് ട്രാൻസ്ലേഷൻ. സോ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ കുക്കിംഗ് നടക്കണമെങ്കിൽ അതിന് മുമ്പ് ഇൻഗ്രീഡിയൻസ് വേണം, അതിന് വേണ്ടിയുള്ള എനർജി വേണം, ആൻഡ് അതെല്ലാം റെഡി ആണെങ്കിൽ മാത്രമേ പ്രോസസ്സ് നടക്കത്തുള്ളൂ. സോ ട്രാൻസ്ലേഷൻ പറയുമ്പോഴും അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് പറയുമ്പോഴും അല്ലെങ്കിൽ ഏത് പ്രോസസ്സ് പറയുമ്പോഴും നമുക്ക് ഇങ്ങനെ കുറെ സ്റ്റെപ്സ് ഉണ്ട്. ആദ്യത്താണ് റിക്വയർമെന്റ്സ് ഓഫ് കോമ്പോണൻസ്. ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടക്കാൻ എന്തൊക്കെ കോമ്പോണൻസ് ഈ സെല്ലിന്റെ അകത്ത് റിക്വയർഡ് ആണ്. സോ പ്രോട്ടീൻ സിന്തസിസ് ആണ്. പ്രോട്ടീന്റെ ബേസിക് യൂണിറ്റ് നമുക്കറിയാം അമിനോ ആസിഡ്സ് ആണ്. സോ അമിനോ ആസിഡ്സ് ആർ ദ ഫസ്റ്റ് റിക്വയർമെന്റ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. നമ്മുടെ ബോഡിയിൽ അമിനോ ആസിഡ്സ് സിന്തസൈസ് ചെയ്യുന്നതുകൊണ്ട് ചെയ്യാത്ത അമിനോ ആസിഡ്സ് നമ്മൾ ത്രൂ ഫുഡ് ഇൻടേക്ക് വഴിയാണ് നമ്മുടെ സെൽസിനകത്തോട്ട് റിസീവ് ചെയ്യുന്നത്. സോ അങ്ങനെ അമിനോ ആസിഡ്സിനെ 2 ഗ്രൂപ്പ്സിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഇതിനകത്ത് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി സിന്തസൈസ് ചെയ്യാത്ത നമ്മൾ ഫുഡ് വഴി അബ്സോർബ് ചെയ്തെടുക്കുന്ന അമിനോ ആസിഡ്സിനാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി സിന്തസൈസ് ചെയ്തെടുക്കുന്ന അമിനോ ആസിഡ്സ് ആണ്. അമിനോ ആസിഡ്സ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ പ്രോസസ്സ് നടക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് റൈബോസോംസ്. സെൽസിന്റെ അകത്ത് ഉള്ള ഓർഗനലാണ് റൈബോസോംസ്. ഇതാണ് സെന്റർ അല്ലെങ്കിൽ ഫാക്ടറി ഓഫ് പ്രോട്ടീൻ സിന്തസിസ് എന്ന് നമ്മൾ ചെറുപ്പം മുതലേ പറയുന്നുണ്ട്. പ്രോട്ടീൻ സിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ദ റൈബോസോംസ്. സോ റൈബോസോംസ് നമുക്കറിയാം പ്രോകാരിയോട്സിൽ 70S ആണ്, യൂകാരിയോട്സിൽ 80S റൈബോസോം ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 സബ് യൂണിറ്റ്സ്. നമ്മളിപ്പം യൂകാരിയോട്സിന്റെ കേസ് പറയുകയാണെങ്കിൽ 60S ആൻഡ് 40S സബ് യൂണിറ്റ്സ് എന്നാണ് പറയുന്നത്. 1 ബിഗ് ആൻഡ് 1 സ്മോൾ സബ് യൂണിറ്റ്. അത് മാത്രമല്ലാതെ ഈ സബ് യൂണിറ്റ്സിനകത്ത് ബിഗ് സബ് യൂണിറ്റിനകത്ത് സൈറ്റ്സ് ഉണ്ട്. പി സൈറ്റ്, എ സൈറ്റ്, ഇവിടെ ആയിരിക്കും tRNA വന്ന് ബൈൻഡ് ചെയ്യുന്നത്. സോ എ സൈറ്റ് എന്ന് പറയുമ്പം അമിനോ അസൈൽ tRNA സൈറ്റ് ആണ്. പി സൈറ്റ് എന്ന് പറയുമ്പം ബൈൻഡിങ് പെപ്റ്റിഡൈൽ tRNA സൈറ്റ് ആണ്. ഇതെന്താണെന്ന് മുമ്പിലോട്ട് പറയുമ്പോൾ മനസ്സിലാവും. അങ്ങനെ റൈബോസോംസിനകത്ത് 2 സബ് യൂണിറ്റ്സ് ഉണ്ട്. അതിനകത്ത് ബിഗ് സബ് യൂണിറ്റിനകത്ത് സൈറ്റ്സ് പ്രസന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം mRNA ആവശ്യമുണ്ട്. ഈ mRNA കോഡോൺ ബേസ് ഈ mRNAയുടെ സീക്വൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും അമിനോ ആസിഡ്സ് ചെയിൻ ഫോം ചെയ്യുന്നത്. പിന്നെ ട്രാൻസ്ഫർ RNA ആവശ്യമുണ്ട്. ഈ ട്രാൻസ്ഫർ RNA അല്ലെങ്കിൽ tRNA ആണ് നമുക്ക് ആവശ്യമുള്ള mRNA ആ ഒരു സൈറ്റിലോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ tRNAയുടെ ആവശ്യമുണ്ട്. പിന്നെ എനർജി സോഴ്സസ്, ATPയുടെ ഫോമിലും GTPയുടെ ഫോമിലും എനർജി സോഴ്സസിന്റെ ആവശ്യമുണ്ട്. പിന്നെ ഈ പ്രോസസ്സ് നടക്കണമെങ്കിൽ കുറച്ച് പ്രോട്ടീൻ ഫാക്ടേഴ്സ് ഈ പ്രോസസ്സിനകത്ത് ഇനീഷ്യേറ്റ് ചെയ്യാനും പ്രോസസ്സ് നടക്കാൻ എലോങ്കേഷന് വേണ്ടിയും ടെർമിനേഷന് വേണ്ടിയും ചില പ്രോട്ടീൻ ഫാക്ടേഴ്സിന്റെ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് വരുന്നതാണ് അമിനോ ആസിഡ്സിന്റെ ആക്ടിവേഷൻ. നമുക്കറിയാം എനർജി, നമ്മൾ പറഞ്ഞു കുക്കിങ്ങിനകത്ത് എനർജി ആവശ്യമുണ്ട്. അപ്പം എനർജി മാത്രമല്ല അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഈ അമിനോ ആസിഡിന്റെ ആക്ടിവേഷൻ. സോ നമ്മുടെ സെല്ലിന്റെ അകത്ത് അമിനോ ആസിഡ്സ് കുറെ വെറുതെ റോം ചെയ്യുന്ന അമിനോ ആസിഡ്സ് ഉണ്ട്. പക്ഷേ ദാറ്റ് ഡസന്റ് മീൻ അത് ഈ റൈബോസോമിൽ mRNA വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ വരും എന്നില്ല. ഇതിനെ കൊണ്ടുവരുന്നതാണ് ഈ tRNA. അപ്പൊ ഈ tRNA അമിനോ ആസിഡും കൂടി കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡ്സ്. അതിന് വേണ്ട ഒരു എൻസൈമാണ് അമിനോ അസൈൽ tRNA സിന്തസിസ്. ഈ tRNA സ്പെസിഫിക് ആയിരിക്കും. ഈ tRNAയുടെ ആന്റികോഡോൺ സൈറ്റിലുള്ള കോഡോൺസിനെ ബേസ് ചെയ്തിട്ട് ഓരോരോ സ്പെസിഫിക് അമിനോ ആസിഡ്സ് ഉണ്ട്. ആ അമിനോ ആസിഡ്സിനെ മാത്രമേ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള tRNA ബൈൻഡ് ചെയ്ത് ആ ടൈമിൽ ആ സൈറ്റിലോട്ട് കൊണ്ടുവരത്തുള്ളൂ. സോ അമിനോ അസൈൽ tRNA ട്രാൻസ്ഫറേസ് എൻസൈമും ATPയും കൂടെ ബൈൻഡ് ചെയ്ത് ഒരു അമിനോ ആസിഡിനായിട്ട് ബൈൻഡ് ആവും. അതാണ് ഇവിടെ കാണിക്കുന്നത്. അമിനോ ആസിഡ് ATPയും അമിനോ അസൈൽ tRNA ട്രാൻസ്ഫറേസ് എൻസൈം വെച്ച് ബൈൻഡ് ചെയ്ത് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ കോംപ്ലക്സ് tRNA പോയിട്ട് 3' എൻഡിൽ പോയി ജോയിൻ ചെയ്യും. ബാക്കി
എൻസൈമും ATP യൂസ് ചെയ്ത് രണ്ട് ബോണ്ട്, ഫോസ്ഫറസിന്റെ രണ്ട് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് ATP AMP ആയിട്ട് കൺവേർട്ട് ചെയ്ത് എൻസൈമും അമിനോ ആസിഡ് ആയിട്ട് ബൈൻഡ് ചെയ്ത്. അപ്പം ഇത് tRNA ആയിട്ട് 3' എൻഡിൽ ജോയിൻ ചെയ്യുമ്പം ആ എൻസൈമും AMPയും റിലീസ് ആവും. അപ്പം ബാക്കിയുള്ളതാണ് അമിനോ അസൈൽ tRNA. ഇതാണ് അമിനോ അസൈൽ tRNA എന്ന് പറയുന്നത്. So the amino acid is joined at the 3' end of the tRNA using amino acyl tRNA synthetase enzyme. ഇതാണ് ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡ്. നമ്മൾ റിക്വയർമെന്റ്സ്, പ്രോസസ്സ് നടക്കാനുള്ള റിക്വയർമെന്റ്സ് കണ്ടു, അമിനോ ആസിഡ്സിനെ ആക്ടിവേറ്റ് ചെയ്തു. ഇനി അടുത്തത് പ്രോട്ടീൻ സിന്തസിസിന്റെ പ്രോസസ്സാണ്. സോ mRNA നമുക്കറിയാം, mRNA ആണ് സീക്വൻസ് ആയിട്ട് വരുന്ന. ഈ സീക്വൻസ് ബേസ് ചെയ്തിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ് ജോയിൻ ചെയ്ത് പെപ്റ്റൈഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് പ്രോട്ടീൻ ഫോം ചെയ്യുന്നത്. സോ അതിനെ റീഡ് ചെയ്യുന്ന 5' to 3' ഡയറക്ഷനിലാണ് mRNA റീഡ് ചെയ്യുന്നത്. ആൻഡ് ദ പോളിപെപ്റ്റൈഡ് സിന്തസൈസ് പ്രൊസീഡ്സ് ഫ്രം N terminal N to C terminal N. ഒരു അമിനോ ആസിഡിന് രണ്ട് പോയിന്റ്സ് ഉണ്ട്. ഒന്ന് NH2 സൈറ്റും മറ്റേത് COH സൈറ്റ് എന്നറിയാം. അപ്പം ഈ അമിനോ ആസിഡ് സീക്വൻസ് ആയിട്ട് വരുമ്പം ഫോം ചെയ്യുന്ന ആദ്യത്തെ ടെർമിനൽ N ടെർമിനൽ ആയിരിക്കും, അതിന്റെ എൻഡ് വരുന്നത് C ടെർമിനൽ ആയിരിക്കും. അതാണ് ഉദ്ദേശിച്ചത്. സോ 5' to 3' ഡയറക്ഷനിലെ mRNA റീഡ് ചെയ്യും. പോളിപെപ്റ്റൈഡ് ചെയിൻ ഫോം ചെയ്യുന്നത് N ടെർമിനൽ ടു C ടെർമിനൽ ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. Translation process consists of 3 steps: initiation, elongation and termination. Process start ചെയ്യാൻ initiation, ആ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കാനുള്ള ഇലോങ്കേഷൻ ആൻഡ് പ്രോസസ്സ് തീർക്കാനുള്ള ടെർമിനേഷൻ. സോ ഇനീഷ്യേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ. നേരത്തെ പറഞ്ഞു കുറെ പ്രോട്ടീൻ ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ് ഈ പ്രോസസ്സിൽ. അതിനാണ് നമ്മൾ യൂക്കാരിയോട്ടിക് ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ്, ഇനീഷ്യേഷൻ നടക്കാൻ വേണ്ടി ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ്, എലോങ്കേഷന്റെ സമയത്ത് എലോങ്കേഷൻ ഫാക്ടേഴ്സ്, പിന്നെ ടെർമിനേഷന്റെ സമയത്ത് ടെർമിനേഷൻ ഫാക്ടർ അല്ല, അങ്ങനെ റിലീസിങ് ഫാക്ടർ എന്നാണ് പറയുന്നത്. സോ ഇനീഷ്യേഷന്റെ ടൈമിൽ വരുന്ന ഇനീഷ്യേഷൻ ഫാക്ടറും റൈബോസോംസിന്റെ ആക്ടിവിറ്റി എല്ലാം കൂടി ഒരു കോംപ്ലക്സ് ഫോം ചെയ്ത് ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ് ഇനീഷ്യേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഞാനിത് ഡയഗ്രാം വെച്ച് പറയാൻ നോക്കാം, കാണുമോ എന്ന് എനിക്കറിയത്തില്ല. സോ നമുക്കറിയാം നമ്മുടെ റൈബോസോം 80S റൈബോസോം ആണ്. ഈ റൈബോസോം നകത്ത് ആദ്യം mRNA വന്ന് ബൈൻഡ് ചെയ്യണം, എന്നാലേ ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. സോ ഈ റൈബോസോംസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. റൈബോസോമൽ ഡിസോസിയേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. 40S ആയിട്ടും 60S ആയിട്ട് അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ mRNAക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ 40S ആയിട്ട് ബ്രേക്ക് ആയാൽ അതിനെ സ്റ്റേബിലൈസ് ചെയ്യാൻ വേണ്ടി രണ്ട് ഫാക്ടേഴ്സ് വരും. 2 യൂക്കാരിയോട്ടിക് ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ്, അതാണ് ഇനീഷ്യേഷൻ ഫാക്ടർ 3 ആൻഡ് ഇനീഷ്യേഷൻ ഫാക്ടർ 1A. ഈ രണ്ട് ഫാക്ടേഴ്സും കൂടി വന്ന് 40S റൈബോസോം, 40S സബ് യൂണിറ്റ് ഓഫ് റൈബോസോമിൽ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ആ 40Sനെ സ്റ്റേബിലൈസ് ചെയ്യും. ഇനി ഈ 60Sന് വന്ന് ഇതിനെ ബൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ 40Sനെ സ്റ്റേബിലൈസ് ചെയ്യും, 60S സൈറ്റോപ്ലാസ്മിൽ ഇങ്ങനെ കറങ്ങി നടക്കും. ഈ സ്റ്റേബിലൈസ് ആയിട്ടുള്ള 40S റൈബോസോമിന്റെ സബ് യൂണിറ്റിനകത്തോട്ട് അതിന് പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ആയിട്ട് 43S പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമുക്കറിയാം ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടിംഗ് കോഡോൺ ഉണ്ട്, AUG കോഡ് ചെയ്യുന്ന ഒരു അമിനോ ആസിഡ് ആണ് മിഥ്യോനൈൻ. അപ്പൊ മിഥ്യോനൈന്റെ മിഥ്യോനൈനെ കൂട്ടിക്കൊണ്ടുവരുന്ന tRNA ഇനീഷ്യേഷൻ ഫാക്ടർ 2C അല്ലെങ്കിൽ ഇനീഷ്യേഷൻ ഫാക്ടർ 2ഉം പിന്നെ ഒരു GTP, ഇവര് 3 പേരും കൂടി കമ്പൈൻ ചെയ്ത് ഒരു ടെർണറി കോംപ്ലക്സ് ഫോം ചെയ്യും. മിഥ്യോനൈനെ കൊണ്ടുവരുന്ന tRNAയും പിന്നെ ഇനീഷ്യേഷൻ ഫാക്ടർ 2C വിത്ത് GTP, ഇവരെല്ലാരും കൂടി കമ്പൈൻ ചെയ്ത് ഒരു ടെർണറി കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ ടെർണറി കോംപ്ലക്സ് നമ്മുടെ ആദ്യമായി നേരത്തെ ഫോം ചെയ്ത 40S സ്റ്റേബിലൈസ്ഡ് 40S സബ് യൂണിറ്റ് ആയിട്ട് ബൈൻഡ് ചെയ്ത് ഒരു 43S പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യും. ഇനീഷ്യേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും.
സ്റ്റിൽ ഇവിടെ mRNA ജോയിൻ ചെയ്തിട്ടില്ല. നമ്മുടെ mRNA ന്യൂക്ലിയസിൽ നിന്ന് പുറത്ത് വന്ന് സൈറ്റോപ്ലാസ്മിലോട്ട് വന്നു കഴിഞ്ഞ് അവിടെ വേറെ ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. 4G, 4A and 4E. ഇനീഷ്യേഷൻ ഫാക്ടർ 4G, ഇനീഷ്യേഷൻ ഫാക്ടർ 4A ആൻഡ് ഇനീഷ്യേഷൻ ഫാക്ടർ 4E. ഇവർ 3 പേരും കൂടി കമ്പൈൻ ചെയ്ത് ഒരു 4F എന്ന ഇനീഷ്യേഷൻ ഫാക്ടർ ഫോം ചെയ്യും. ഈ 4F ഇനീഷ്യേഷൻ ഫാക്ടർ നമ്മുടെ mRNAയുടെ ക്യാപ് നേരത്തെ ഫോം ചെയ്ത ക്യാപ് പൊസിഷൻ ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി ഗ്വാനിന്റെ അവിടെ ഇല്ലേ, മിത്താലേറ്റഡ് ഗ്വാനിന്റെ മുമ്പിൽ ഒരു ക്യാപ് ഫോം ചെയ്യും. 4Fന്റെ ക്യാപ് ഫോം ചെയ്യും. എന്നിട്ട് 4Aയും 4B വേറെ സെറ്റ് ഓഫ് ഇനീഷ്യേഷൻ ഫാക്ടർ 4Aയും 4Bയും കൂടി ATPയുടെ ഹെൽപ്പ് വെച്ച് ഈ mRNAനെ ബൈൻഡ് ചെയ്ത് ഈ mRNAയുടെ കോംപ്ലക്സ് സ്ട്രക്ചറിനെ ഒന്ന് നോർമലൈസ് ആക്കാൻ വേണ്ടിയും ഈ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫോം ആണ് ഈ 4F ക്യാപ്പ് ഉള്ളതും 4Aയും 4Bയും കൂടി ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ് എല്ലാം കമ്പൈൻ ചെയ്തൊരു mRNA ഫോം ആയിട്ട് മാറും. ഈ mRNA നമ്മുടെ നേരത്തെ ഫോം ചെയ്തിട്ടുള്ള 43S പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സിനകത്തോട്ട് പോയി ജോയിൻ ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ മിഥിയോനൈൻ ഇരിക്കുന്ന AUG സൈറ്റ് കണ്ടുപിടിക്കണം, അതിന്റെ ഇനീഷ്യേഷൻ സൈറ്റ് കണ്ടുപിടിക്കണം. അങ്ങനെ ഈ 43S പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഈ mRNA കൂടെ റൺ ആയിട്ട് AUG എവിടെ വരുന്നു അവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യും. അതാണ് നമ്മുടെ 48S ഇനീഷ്യേഷൻ കോംപ്ലക്സ്. 43S പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് mRNAയും കൂടി ഒരു ആക്റ്റീവ് ഫോം ഓഫ് mRNAയും കൂടി ബൈൻഡ് ചെയ്ത് AUG സൈറ്റ് ഐഡന്റിഫൈ ചെയ്യുന്നവരെ റൺ ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അവിടെ പോയി നിൽക്കുന്ന കോംപ്ലക്സ് ആണ് 48S ഇനീഷ്യേഷൻ കോംപ്ലക്സ്. ഈ ഇനീഷ്യേഷൻ കോംപ്ലക്സ് മാത്രം ഫോം ചെയ്താൽ പോരാ, നമ്മുടെ സൈറ്റോപ്ലാസ്മിൽ കിടക്കുന്ന 60S സബ് യൂണിറ്റും കൂടി വന്ന് ഇതിന്റെ മേളിൽ ഫ്യൂസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്താൽ മാത്രമേ 80S ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്ത് ആ റൈബോസോം ആക്റ്റീവ് ആവത്തുള്ളൂ. ഇത്രയുമാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഇനീഷ്യേഷൻ പ്രോസസ്. ട്രാൻസ്ലേഷന്റെ ഇനീഷ്യേഷൻ പ്രോസസ്സിനകത്ത് ഈ റൈബോസോം ഇനീഷ്യേറ്റ് ആവുന്നു, അതൊരു ഇനീഷ്യേഷൻ കോംപ്ലക്സ് ആയിട്ട് മാറുന്നതാണ് ഈ പ്രോസസ്സ്. അതിനകത്ത് നമ്മൾ കണ്ടു റൈബോസോമൽ ഡിസോസിയേഷൻ നടക്കുന്നു, 40Sഉം 60S ആയിട്ട് മാറുന്നു. പിന്നെ 43S പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് നമ്മുടെ ടെർണറി കോംപ്ലക്സ് വന്നിട്ട് 40Sനകത്ത് ബൈൻഡ് ചെയ്ത് ഒരു 43S പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് mRNA വന്ന് ബൈൻഡ് ചെയ്ത് 48S ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് 60S സബ് യൂണിറ്റും കൂടി വന്നിട്ട് ഫോർമേഷൻ ഓഫ് 80S ഇനീഷ്യേഷൻ കോംപ്ലക്സും കൂടി ഫോം ചെയ്യുമ്പോൾ നമ്മുടെ ഇനീഷ്യേഷൻ കംപ്ലീറ്റ് ആവും. അതാണ് ഇനീഷ്യേഷൻ കംപ്ലീറ്റ് ആവുന്നത്. പിന്നെ ലാസ്റ്റ് ഈ 60S 48S ഇനീഷ്യേഷൻ കോംപ്ലക്സിനകത്തോട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ഒരു ഫാക്ടർ വരും, അതാണ് ഇനീഷ്യേഷൻ ഫാക്ടർ 5. ഇനീഷ്യേഷൻ ഫാക്ടർ 2. ഈ ഇനീഷ്യേഷൻ ഫാക്ടർ 2 കൂടി വരുമ്പം ബാക്കി അതിനെ സ്റ്റേബിലൈസ് ചെയ്യാനുണ്ടായിരുന്നു, നേരത്തെ സ്റ്റേബിലൈസ് ചെയ്യാനുള്ള 3IA, പിന്നെ ഇനീഷ്യേഷൻ ഫാക്ടർ 2 ഇനീഷ്യേഷൻ ഫാക്ടർ 5 ആണ് വരുന്നത്. ഇവരെല്ലാം കൂടി വരുമ്പം ബാക്കി നേരത്തെ ഉണ്ടായിരുന്ന ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ് എല്ലാം ബ്രേക്ക് ആയിട്ട് സൈറ്റോപ്ലാസ്മിൽ റിലീസ് ആയിട്ട് നെക്സ്റ്റ് ടൈം എപ്പോഴാണോ ട്രാൻസ്ലേഷൻ നടക്കുന്നത് അപ്പത്തേക്ക് വേണ്ടി റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെയാണ് ഇനീഷ്യേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ആവുന്നത്. അത് കഴിഞ്ഞ് വരുന്നതാണ് എലോങ്കേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ. എലോങ്കേഷൻ എന്ന് പറയുമ്പം നമ്മുടെ ആദ്യത്തെ ഈ ടെർണറി കോംപ്ലക്സ് വന്ന് ബൈൻഡ് ചെയ്തല്ലോ, അത് ഈ റൈബോസോമിന്റെ P സൈറ്റിലാണ് വന്ന് ബൈൻഡ് ചെയ്തത്. ഇനി ജോയിൻ ചെയ്യാൻ വരുന്ന എല്ലാ tRNA A സൈറ്റ് റൈബോസോമിന്റെ A സൈറ്റിലോട്ടാണ് വന്ന് ജോയിൻ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ 80S ഇനീഷ്യേഷൻ കോംപ്ലക്സ്. അതിന്റെ ആദ്യം വന്ന് ബൈൻഡ് ചെയ്തത് P സൈറ്റിലാണ്. ഇനി വരാൻ പോകുന്ന tRNA എല്ലാം ബൈൻഡ് ചെയ്യുന്നത് A സൈറ്റിലോട്ടായിരിക്കും. സോ ഈ ഇങ്ങനെ ഇപ്പൊ അടുത്ത എലോങ്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
ഈ mRNA-യുടെ അടുത്ത കോഡോൺ ബേസ് ചെയ്തിട്ടുള്ള അടുത്ത സീക്വൻസ് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമിനോ അസൈൽ tRNA ഈ A സൈറ്റിലോട്ട് വന്ന് ജോയിൻ ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് GTP-യുടെ യൂസ് ചെയ്തും എലോങ്കേഷൻ ഫാക്ടർ I ആൽഫ അല്ലെങ്കിൽ 1 ആൽഫ എന്ന എലോങ്കേഷൻ ഫാക്ടർ 1 ആൽഫ ആണ് 1 ആൽഫ എന്ന എലോങ്കേഷൻ ഫാക്ടറും GTPയും യൂസ് ചെയ്ത് സെക്കൻഡ് സീക്വൻസ് അനുസരിച്ചുള്ള അമിനോ അസൈൽ tRNA വന്ന് A സൈറ്റിൽ ബൈൻഡ് ചെയ്യും. പിന്നെ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈം നമ്മുടെ 60S സബ് യൂണിറ്റ് ഉണ്ടല്ലോ 60S സബ് യൂണിറ്റിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള നമുക്കറിയാം 60S സബ് യൂണിറ്റ് ഫെർദർ സബ് യൂണിറ്റ്സ് ഉണ്ട് 28S അങ്ങനെയൊക്കെ പറഞ്ഞ് സബ് യൂണിറ്റ്സ് ഉണ്ട്. അതിനകത്ത് 28S സബ് യൂണിറ്റിന്റെ ഒരു എൻസൈം ആണ് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈം. അത് നമ്മുടെ rRNA ആണ് ഒരു എൻസൈം ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റൈബോസൈം. ഇറ്റ്സ് നോട്ട് എ പ്രോട്ടീൻ, ഇറ്റ്സ് എ rRNA ദാറ്റ് ഫങ്ഷൻസ് ആസ് എ എൻസൈം. അതിനെയാണ് റൈബോസൈം എന്ന് പറയുന്നത്. അപ്പം പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞ എൻസൈം ഇവിടെ എൻസൈം ആക്ടിവിറ്റി ഷോ ചെയ്ത് ഈ മിഥ്യോനൈനും രണ്ടാമതിരിക്കുന്ന അമിനോ ആസിഡും തമ്മിൽ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യും. അതാണ് രണ്ടാമത്തെ എലോങ്കേഷൻ പ്രോസസ് ആണ് ഇത്. അപ്പം ഈ മിഥ്യോനൈനും അമിനോ ആസിഡും തമ്മിൽ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ രണ്ട് അമിനോ ആസിഡിന്റെ ഇടയ്ക്ക് ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യും. പിന്നെ ഈ മിഥ്യോനൈനെ കൊണ്ടുവന്ന tRNA-യുടെ അവിടെ ആ ഒരു ബോണ്ട് ബ്രേക്ക് ആവും. എന്നിട്ടാണ് മിഥ്യോനൈനും അമിനോ ആസിഡും തമ്മിലുള്ള ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇനി ഇവിടെ മാത്രം ഇരുന്നാൽ പോരല്ലോ, അടുത്ത സീക്വൻസിലോട്ട് പോകണം. സോ ദ റൈബോസോംസ് മൂവ്സ് ടുവേർഡ്സ് ദ നെക്സ്റ്റ് കോഡോൺ. അടുത്ത സീക്വൻസിനകത്തോട്ട് ഷിഫ്റ്റ് ആവും. ഇവിടെ AUG നേരത്തെ ഇവിടെ ആയിരുന്നു, അത് പുറകിലോട്ട് പോയി അടുത്ത സീക്വൻസ് ഇവിടെ വന്നു. ഇനി അടുത്ത സീക്വൻസിനകത്തോട്ട് മൂവ് ആവും. ആ പ്രോസസ്സിന്റെ പേരാണ് ട്രാൻസ്ലോക്കേഷൻ. ATPയുടെ ഹെൽപ്പും എലോങ്കേഷൻ ഫാക്ടർ 2ന്റെ ഹെൽപ്പ് വെച്ച് റൈബോസോംസ് mRNA അടുത്ത സീക്വൻസിലോട്ട് മൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലോക്കേഷൻ. ട്രാൻസ്ലോക്കേഷൻ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ആദ്യം വന്ന മിഥ്യോനൈനെ കൊണ്ടുവന്ന tRNA അവിടുന്ന് റിലീസ് ആവും. അങ്ങനെ ട്രാൻസ്ലോക്കേഷൻ നടക്കും. അടുത്ത സീക്വൻസിന്റെ കോഡ് ഐഡന്റിഫൈ ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള tRNA, അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള അമിനോ ആസിഡിനെ tRNA കൊണ്ടുവന്നിട്ട് A സൈറ്റിൽ ജോയിൻ ചെയ്ത് പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യും. പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈം വെച്ച് പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ ഈ ഇപ്പൊ ഇരിക്കുന്ന അമിനോ ആസിഡിന്റെ ഈ tRNA P സൈറ്റിലിരിക്കുന്ന tRNA റിലീസായി ഈ റൈബോസോം അടുത്ത സീക്വൻസിലോട്ട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ എലോങ്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ഈ ട്രാൻസ്ലൊക്കേഷന്റെ പ്രോസസ്, ഈ എലോങ്കേഷന്റെ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. അടുത്ത tRNA അമിനോ ആസിഡ്സിനെയും കൊണ്ടുവരുന്നു, പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നു. P സൈറ്റിലുണ്ടായിരുന്ന tRNA പോകുന്നു, A സൈറ്റിലുണ്ടായിരുന്ന tRNA P സൈറ്റിലോട്ട് വരുന്നു, അടുത്ത tRNA A സൈറ്റിലോട്ട് വരുന്നു. അങ്ങനെ ട്രാൻസ്ലൊക്കേഷനും ഈ എലോങ്കേഷന്റെ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്ന് എപ്പോഴാണോ mRNA-നകത്ത് ഒരു സ്റ്റോപ്പ് കോഡോൺ വരുന്നത്, 3 സ്റ്റോപ്പ് കോഡോൺസ് ആണ് നമ്മൾ പറയുന്നത്, UAA, UGA ആൻഡ് UAG. 3 സ്റ്റോപ്പ് കോഡോൺസ് ഉണ്ട്. ഈ 3 സ്റ്റോപ്പ് കോഡോൺസിൽ ഏതെങ്കിലും ഒരു കോഡോൺ ഈ റൈബോസോം വന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോഴേക്കും ഈ കോഡോൺ ബേസ് ചെയ്തിട്ടുള്ള അമിനോ ആസിഡ്സ് ഒന്നും ഇല്ലാത്ത കാരണം അവിടെ അമിനോ ആസിഡ് ആഡ് ചെയ്യാനില്ല. അപ്പൊ അതിന്റെ സ്ഥലത്ത് ഹൈഡ്രോളിസിസ്, ഒരു വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്ത് ഈ ടെർമിനേഷൻ കോഡോൺ വരുമ്പം ഈ അമിനോ ആസിഡിന്റെ എൻഡിൽ ഒരു വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്ത് ഒരു റിലീസിങ് ഫാക്ടറും കൂടി ഈ ടെർമിനേഷൻ കോഡോണിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അമിനോ ആസിഡ്സിന്റെ ചെയിൻ, സിന്തസൈസ് ചെയ്ത പ്രോട്ടീൻസിനെ tRNA ആയിട്ട് ബ്രേക്ക് ചെയ്യും. ഈ A സൈറ്റിലിരിക്കുന്ന tRNA റിലീസ് ആവും. ഈ അമിനോ റൈബോസോംസ് 60S-ഉം 40S-ഉം ബ്രേക്ക് ആവും. mRNA റിലീസ് ആവും. അങ്ങനെ റിലീസിങ് ഫാക്ടർ വരുമ്പം ജോയിൻ ആയിട്ട് കോംപ്ലക്സ് ആയിട്ട് ഫോം ചെയ്ത എല്ലാം ബ്രേക്ക് ആയിട്ട് റിലീസ് ആവും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ആവും. അതാണ് ടെർമിനേഷൻ ഓഫ് ട്രാൻസ്ലൊക്കേഷൻ. എപ്പോഴാണോ mRNA-യുടെ സ്റ്റോപ്പ് കോഡോൺ അല്ലെങ്കിൽ ടെർമിനേഷൻ സിഗ്നൽ കിട്ടുന്നത്,
UAA, UAG അല്ലെങ്കിൽ UGA ഇതിൽ ഏതെങ്കിലും ഒരു കോഡോൺ ഐഡന്റിഫൈ ചെയ്യുമ്പോഴേക്കും റിലീസിങ് ഫാക്ടർ വന്നിട്ട് എല്ലാരെയും ബ്രേക്ക് ചെയ്ത് എല്ലാത്തിനും റിലീസ് ചെയ്യും. അങ്ങനെ നമ്മുടെ പെപ്റ്റൈഡ് ബോണ്ട്, നമ്മുടെ പ്രോട്ടീൻ എന്താണോ, നമ്മുടെ പ്രോട്ടീൻ ആ mRNA ബേസ് ചെയ്തിട്ട് ഏത് പ്രോട്ടീൻ ആണോ സിന്തസൈസ് ചെയ്യേണ്ടത് ആ പ്രോട്ടീന്റെ സിന്തസിസ് കംപ്ലീറ്റ് ആയി നമ്മുടെ ട്രാൻസ്ലേഷന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഇത്രയേ ഉള്ളൂ ട്രാൻസ്ലേഷൻ. RNA പ്രോസസ്സിങ്ങും ട്രാൻസ്ലേഷനും. ട്രാൻസ്ലേഷൻ കൺസിസ്റ്റ് ഓഫ് 3 steps: initiation, elongation and termination.